മണിയേ, മണിക്കുട്ടി, നീ വല്ല ഫാഷൻ പരിപാടിന് പോണോടി? അങ്ങനെയൊന്നുമില്ല. അല്ല, നീ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഇങ്ങനെ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സ്റ്റൈല് നോക്കുന്നു. ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. അല്ലെങ്കിൽ വേണ്ട. ടി വി കേട്ടാ അങ്ങോട്ട് നോക്കിയേ. നോക്ക്, എന്നെ നോക്കിയേ, നല്ലോണം നോക്ക്. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? കാഴ്ചയിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? കാഴ്ചയിലൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കും തോന്നുന്നില്ല, പക്ഷേ വേറെ ചിലർക്ക് തോന്നിയിത്ര. ഞാനേ അമ്പലത്തിൽ പോയപ്പോ ശ്രീജ ഇല്ലേ? ശ്രീജ അമ്പലത്തിന്റെ പുറകില് താമസിക്കണേ. മധുസാറിന്റെ ഭാര്യ, എഞ്ചിനീയർ. അത് തന്നെ. അല്ല, അവൾക്ക് എന്ത് കുഴപ്പം? അല്ലേ, അമ്പലത്തിൽ വെച്ചിട്ട് എന്നെ കണ്ട്, അപ്പൊ എന്നെ വിളിച്ച് മണിക്കുട്ടിന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി, എന്താ ശ്രീജ എന്ന് ചോദിച്ചപ്പോഴേ, അല്ല അത് മണിക്കുട്ടി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന്. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അത്ര. നിന്നെ കണ്ടിട്ട് മനസ്സിലാവാതിരിക്കാൻ കാര്യം എന്ത്? ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചുപോയി, അതുകൊണ്ട് ആള് മാറിപ്പോയി എന്നൊക്കെ. അല്ല, അവര് വന്നിട്ട് ഒരു 5-6 മാസമല്ലേ ആയുള്ളൂ നമ്മളെ പരിചയപ്പെട്ടിട്ട്. അപ്പോഴും നീ ഇങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ല, ഞാൻ അന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ കൂടിയില്ലേ, ചെറുതായിട്ടൊക്കെ. മണി, ഈ പറഞ്ഞ ശ്രീജയ്ക്ക് നിന്നെക്കാൾ വണ്ണമില്ലേ? ഇല്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. നല്ല മെലിഞ്ഞ് ക്ഷീണിച്ചെന്ന് വെച്ചാൽ നല്ല ഷേപ്പൊക്കെ ആയിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെ വെയിറ്റ് കുറയാൻ പറ്റും? എൻ്റെ അടുത്ത് പറഞ്ഞത് ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തു എന്നാണ്. പക്ഷെ നോർമൽ രീതിയിൽ എക്സസൈസും ഡയറ്റൊന്നും ചെയ്ത് ഇങ്ങനെ വണ്ണം കുറയൂല. ഇത് എന്തോന്നോ ഉടായ്പ പരിപാടിയാണ്. മണി, അവര് അതും ഇതൊക്കെ ചെയ്ത് മെലിഞ്ഞെന്ന് പറഞ്ഞ് നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും വേണ്ട. നീയേ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി കേട്ടോ. നീ വണ്ണം കുറയ്ക്കാനായിട്ട് ഇനി വേറെ പണിയൊന്നും നോക്കണ്ട. ഈ പറഞ്ഞത് എന്നോടുള്ള സ്നേഹവും കെയറും കൊണ്ടൊന്നും അല്ല. ഞാൻ എന്തോ കാശ് ചെലവുള്ള ഇടപാടുമായിട്ട് വന്നതാണെന്ന് പേടിച്ചിട്ടല്ലേ? അല്ലേ? നീ എന്തോന്ന് മണി എപ്പോഴും ഒരുമാതിരി സംശയ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നേ? രവിയേട്ടന്റെ സ്വഭാവം എനിക്കറിയാലോ. കാശ് ചെലവാവണ കാര്യം ആലോചിക്കുമ്പോഴേ ടെൻഷൻ വരുമല്ലോ. പിന്നെ ഇവിടെ കാശൊന്നും ചെലവാവുന്നില്ലല്ലോ. ടെൻഷൻ അടിച്ച് ചെലവാക്കുള്ളൂ അറിയാം. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ? പെർമിഷൻ ചോദിച്ചിട്ടേ വരുള്ളൂ. അല്ല, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചു. അതെ മക്കളെ, ഇങ്ങ് വന്നേ. നിങ്ങൾ വന്ന നന്നായി. അമ്മയൊന്നും നോക്കിക്കേ, എന്തേലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. ഇത് തന്നെ ഞാനും കുറച്ചു നേരമായിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മക്കളെ, ആ ശ്രീജ ഇല്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള, അവരമ്മയ്ക്ക് ഭയങ്കര വണ്ണമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. മാത്രമല്ല, അവരിപ്പോഴും നല്ല മെലിഞ്ഞു ഉണങ്ങി ഷേപ്പൊക്കെ ആയിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നു. എനിക്ക് അതേപോലെ ആവണം. വർഷങ്ങളാക്കി ഉണ്ടാക്കിയെടുത്ത വണ്ണമാണ്, പെട്ടെന്നൊന്നും കുറയില്ല. 1 മാസം കൊണ്ട് 2 കിലോയൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചു തരാം. അത്രേ കുറയുള്ളൂ അല്ലേ? എന്നാലും കുറയുമല്ലോ. കുറയും. പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്താൽ പെട്ടെന്ന് കുറയും. പക്ഷെ അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. നമുക്ക് സ്കിന്നൊക്കെ ബേണിംഗ് സെൻസേഷൻ ഒക്കെ വരും. അപ്പൊ അത് വേണ്ട, നമുക്ക് നാച്ചുറൽ ആയിട്ട് വേണമെങ്കിൽ ഇറങ്ങാം. ഞാൻ തീരുമാനം എടുത്തു, എനിക്ക് വണ്ണം കുറയ്ക്കണം. ഡയറ്റും വർക്കൗട്ടും ചെയ്താൽ നമുക്ക് കുറച്ചെടുക്കാം. ഞാൻ റെഡി. റെഡി ആണല്ലോ? എന്നാ നമുക്കൊരു കൈ നോക്കാം. അമ്മ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാമ കാണാൻ മെലിഞ്ഞുണെങ്കിൽ ചടപ്പിക്കാതെ ആദ്യം തന്നെ. എനിക്ക് 1 മാസം കൊണ്ട് വണ്ണം കുറച്ച് നല്ല മെലിഞ്ഞ് ഷേപ്പായിട്ട് ആ ശ്രീജയുടെ മുന്നിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നടക്കണം. എന്നിട്ട് അവളുടെ മുഖത്തൊക്കെ 2 ഡയലോഗ് അടിക്കണം. പിന്നെ പലരും നിരുത്സാഹപ്പെടുത്താനായിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. അതൊന്നും അമ്മ മൈൻഡ് ചെയ്യരുത്. അങ്ങനെയുള്ളവരെ അടുപ്പിക്കുകയേ ചെയ്യരുത്. ഞാൻ പണ്ടേ ഗ്യാപ്പിട്ടു. എന്നാ അമ്മ വാ, നമുക്ക് ഡയറ്റും വർക്കൗട്ടും പ്ലാൻ ചെയ്യാം. എന്താവും തോച്ചാ? എന്താവാൻ? മണി ഒരു തീരുമാനം എടുത്താ പിന്നെ അതിൽ നിന്ന് പിന്മാറുമോ? ഉറപ്പിച്ചവള്. അവളിനിയിപ്പം ഇവള് പറഞ്ഞ പോലെ തന്നെ കേൾക്കുമല്ലോ. അമ്മേ, ഈ ഡയറ്റ് പ്ലാനിലെ പല ടൈപ്പ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. കീറ്റോ ഡയറ്റ് ഉണ്ട്, GM ഡയറ്റ് ഉണ്ട്. പക്ഷെ കീറ്റോ ഡയറ്റ് ആണെങ്കിൽ കാർബ് കട്ട് ചെയ്യേണ്ട സംഭവമാണ്. പ്രോട്ടീൻ മാത്രമേ എടുക്കാവൂ. അമ്മ കാർബ് കട്ട് ചെയ്താൽ തല ഇറങ്ങി വീഴും. അയ്യോ, എന്നാ പിന്നെ അത് വേണ്ട, തല കറങ്ങാത്തൊക്കെ മതി. നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മതി. അതാവുമ്പം എല്ലാം കഴിക്കാം. കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് ഇല്ല, പതിയെ റിസൾട്ട് കിട്ടുള്ളൂ. അത് മതി. അപ്പം അതിൽ നോൺ വെജും എല്ലാം കാണും. എടി, നോൺ വെജ് വേണ്ട, വെജിറ്റേറിയൻ ഡയറ്റ് മതി. അതെന്ത്? നോൺ വെജ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകും. പിന്നെ അതിന്റെ കൂടെ ചിക്കൻ വരുമ്പോൾ ചപ്പാത്തി കഴിക്കണം തോന്നും, മീൻ കാണുമ്പോൾ ചോറ് കഴിക്കണം തോന്നും. കൺട്രോൾ പോകും. വേണ്ട, വെജ് മതി. എഴുതാണേ. അതെ, എന്താ ചെയ്യുന്നേ? അത് ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡയറ്റ് പ്ലാൻ ചെയ്യാം. ആണോ? ഞാനും കൂടെ ചേരട്ടെ നിങ്ങളുടെ കൂടെ? എന്തോ
ചേരട്ടേന്ന്. ഡയറ്റ് ഡയറ്റ്. ഇപ്പൊ നേരത്തെ ഞാൻ ഡയറ്റ് ചെയ്യാൻ പോണെന്ന് ഇപ്പൊ നീയല്ലേ പിന്തിരിപ്പിക്കാൻ വന്നത്. ഞാൻ വിചാരിച്ചു നിന്റെ വരവ് കണ്ടപ്പം പിന്തിരിപ്പിക്കാൻ വന്നതാണെന്നോ. അയ്യോ അല്ല, പിന്തിരിപ്പിക്കാനൊന്നും വന്നതല്ല, ഞാൻ അത്രക്കാരിയല്ല. ബെസ്റ്റ്. ഞാനും പിന്നെ നിങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഡയറ്റ് ഒക്കെ ചെയ്ത് മെലിയാന്ന് വിചാരിച്ചു. അപ്പൊ എന്നെയും കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാം. ഞാനൊരു കാര്യം പറയാം. നിന്നെ പിന്തിരിപ്പിക്കാന്ന് വിചാരിക്കരുത്. ഈ വക പരിപാടിക്കെല്ലാം ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ പകുതി വഴിയിൽ ഭക്ഷണം കാണുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ അങ്ങ് പോവല്ലേ. ഇല്ലമ്മ, ഞാൻ വാക്ക് വന്നിരിക്കുന്നു. പിങ്കിയുടെ പ്രോമിസ് ആണ്. പിങ്കിയുടെ പ്രോമിസ് ആയതുകൊണ്ടാണ് പേടി. പ്രോമിസിൽ ഒരു വിലയില്ലാത്ത പെണ്ണാണ് നീ. അങ്ങനെയില്ല അമ്മ, അങ്ങനെ പറയല്ലേ അമ്മ. ഞാൻ വാക്ക് വന്നിരിക്കുന്നു, ഞാൻ തെറ്റിക്കില്ല ഡയറ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉറപ്പ്. എന്താണ് ചർച്ച കൂടിയിരുന്നിട്ട്? ഒന്നുമില്ല. പിന്നെ ഇന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നന്നായിട്ട് കഴിച്ചോ, നാളെ തൊട്ട് നമുക്ക് ഡയറ്റ് പിടിക്കാം. ഫലൂഡയോ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. വേണ്ട, അതൊന്നും വേണ്ട. വേണ്ടല്ലോ, നേരെ ഡയറ്റ് ഇന്ന് ഇതെല്ലാം കഴിച്ചിട്ടാ ഡയറ്റ് നോക്കാം. അല്ല അച്ഛാ, ഇന്നത്തേക്ക് മാത്രം. നാളെ തൊട്ട് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്നെല്ലാം കഴിക്കാം. അത് വേണ്ട, അങ്ങനെയൊന്നും ഇല്ല. ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുന്നു. ഉറപ്പാണ്? ഉറപ്പാണ്, ഞാൻ തീരുമാനിച്ചതാ. ഞാനും തുടങ്ങും. എന്നെ കൊണ്ട് എത്രയൊന്നും പറ്റൂല. നമുക്ക് ഇന്നത്തേക്ക് മതി. അമ്മ നിർത്താം. മതി. അമ്മയ്ക്ക് മതിയായോ? ഞാൻ നിർത്തൂല, എനിക്ക് വണ്ണം കുറയണം പെട്ടെന്ന്. അതാണ് അമ്മ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയാൻ പോലും അമ്മ കാണൂല. അമ്മ മനസ്സിൽ ആ ശ്രീജെ വിചാരിക്കണം, അവരെ അങ്ങ് ആവാഹിക്കണം. എന്നിട്ട് അമ്മയെ കളിയാക്കിയത് ഓർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോട്ടിവേഷൻ വീണ്ടും വീണ്ടും കൂടും. കുടി, ഭയങ്കരമായിട്ട് കുടി, പെട്ടെന്ന് കേക്കല്ലേ അമ്മ, തീർന്ന അമ്മയുടെ ജീവിതമേ. ഓടിയാടുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ണം കുറച്ച് നല്ല മെലിഞ്ഞ ഷേപ്പുള്ള സുന്ദരിയായിട്ട് മാറണം. അനങ്ങി നട പെണ്ണേ. മക്കളെ എടുത്തോ, ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തില്ലേ? പേഴ്സ് എടുത്താ? ഓട്ടോ വരുന്നു. ഓട്ട ഓ മണിക്കുട്ടൻ, പെങ്ങളെ പിള്ളേരെ നല്ല പെടക്കുന്ന മീന്, പെടക്കുന്ന ചൂരമീന്, ചൂരമീന്. പെടക്കുന്ന മീനാ? പെടക്കുന്നില്ലല്ലോ. എന്റെ അളിയാത് കടലിൽ കിടക്കുമ്പോഴല്ല പടക്കൂ, കരക്കെടുക്കുമ്പോ ചത്തു ഈ അളിയെന്ന് പറഞ്ഞു. ഈ മീന് പെങ്ങളെ ഇതിനകത്തൊരു പകുതി എടുത്ത് നല്ല കുരുമുളകൊക്കെ ചേർത്ത് നല്ല പുളിയൊക്കെ ഇട്ട്, കുടംപുളിയൊക്കെ ഇട്ട്, ഉള്ളിയൊക്കെ നല്ല ചാന്ന് അങ്ങോട്ട് അരിഞ്ഞ് പകുതി കറി വെക്കണം. ബാക്കി പകുതി എടുത്ത് വറക്കണം. അല്ലെങ്കിൽ പകുതി വറക്കുകയോ അല്ലെങ്കിൽ കറി വെക്കുകയോ ചെയ്യാം കേട്ടോ. പക്ഷേ മാമ, ഇത് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റൂല, ഡയറ്റിലാണ്. മണി, ഇന്നും കൂടെ നീ ഇത് കഴിക്കും. പിന്നെ നാളെ മൂലം ഡയറ്റ് നോക്കിയാൽ. ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യാൻ പോണു. ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കുള്ളൂ. എന്തോന്ന് മണി, ഞാൻ ഒരു കാര്യം ചെയ്യ്. ഇന്നേ ഞാനേ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരാം. പിടി മക്കളെ, ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി എന്തോന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ ഞാൻ കഴിക്കൂല. ശരി പെങ്ങളെ, നീ സാറിന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കറി ഉണ്ടല്ലോ, അല്ല കുരുമുളകൊക്കെ ഇട്ടുള്ള, അതുപോലെ അതൊക്കെ ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. എന്റെ മണി ഇന്നും കൂടെ കഴിക്കുക. ഇത്രയും നല്ല മീനൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ ഒരു ദിവസം കഴിച്ചാൽ നമ്മുടെ കൺട്രോൾ പോകും. പിന്നെ നാളെ വേറെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് അതും കഴിക്കാം. നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. പെങ്ങളെ ഇന്നത്തെ കഴിക്കും. ഞാൻ എന്തായാലും കഴിക്കില്ല. വെച്ച കാലം പുറകോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരാം. ചേട്ടൻ നിങ്ങൾക്ക് തന്നെ തന്നോ? അമ്മേ, ഫിഷ് ഒക്കെ കഴിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെജിറ്റേറിയനെ കഴിക്കുന്നുള്ളൂ. രവിയേട്ടാ, നിങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് വാ, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. അമ്മയുടെ ഡിറ്റർമിനേഷൻ ഞാൻ സമ്മതിച്ചമ്മ. ഓഫ്, അതാണ്. കൂടെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു എന്റെ കൂട്ട് പകുതി കറി, പകുതി വറപ്പ്, തലയെടുത്ത് ഇവക്ക് കറി, തലക്കറി. അമ്മ കഴിക്കണമെങ്കിൽ ഞാനും കഴിക്കാനുള്ള ഡിറ്റർമിനേഷൻ. ആർക്കും വേണ്ടാക്കില്ല. പിന്നെ ഇത് കണ്ടോണ്ടല്ലേ ഞാൻ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. കാശ് കൊടുത്ത് വാങ്ങിച്ച മീൻ കളയാനോ? ആരും പ്രശ്നമാക്കണ്ട. ചേട്ടൻ
ഞാൻ കറി വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം, എല്ലാരും കഴിക്കും, ഞാൻ മാത്രമേ കഴിക്കാതിരിക്കുള്ളൂ. നമുക്ക് കറി. എന്തായാലും അമ്മയുടെ ഡിറ്റർമിനേഷൻ ഞാൻ സമ്മതിച്ചു. ദേവിയേട്ടാ നിങ്ങൾ ഓഫീസിൽ പോയിട്ടോ, ഉച്ചയ്ക്ക് കൂടെ കഴിക്കാൻ വന്നത് കേട്ടോ. വയ്ക്കാം. നിന്റെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടല്ലോ, അത് വെക്കണം. ഏറ്റ് അല്ല കിച്ച് 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 കിച്ച്. കിജി മുറിച്ച് കറി ഉണ്ടാക്കി തരും. ഞാൻ പോയിട്ട് വരാം. പക്ഷേ ഇത് മുറിച്ചെടുക്കാൻ തന്നെ ഒരു ദിവസം വേണമല്ലോ ദൈവമേ. അതിനെന്താ, നിനക്ക് വയ്യായോ? ഞാൻ മുറിച്ചു തരാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം മാമനെ. ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നാ വാ. ഇന്ന് അടിപൊളി. അപ്പൊ അളിയാ, ശരി ഉച്ചയ്ക്ക് കാണാം. ടാറ്റാ. വാ, വാ. കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. വാ. പടി. വാ. ഉണ്ട് ഉണ്ട്. ഞാനിവിടെ കണ്ടടി, ചോര വീഴുന്നുണ്ടോ നല്ല പേട്ട. ഇത് അങ്ങോട്ട് വെക്ക. ഫ്രഷാ ഫ്രഷ്. നീ എവിടെ? അങ്ങനെ ആദ്യമായിട്ട് അവനെ നമുക്ക് അങ്ങോട്ട് കിടത്തണം. വെള്ളം ഇങ്ങടുത്തെ, വെള്ളം വിട്, വെള്ളം വിട്, വെള്ളം വിട്. നമ്മൾ വെട്ടുന്നതിന് മുമ്പ് എപ്പോഴും ഇവനെ ഒന്ന് കുളിപ്പിക്കണം. അതായത് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് കുളിപ്പിച്ചുണ്ട്. അവന്റെ മേളത്തെ അഴുക്കുകളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണം. മാമ അവന് മീൻ വെട്ടാനൊക്കെ അറിയോ? അറിയാവുന്നോ എടി? അതേ എന്റെ കുഞ്ഞുനാളില്, അതായത് ഞങ്ങളുടെ കുഞ്ഞുനാളില് ഞാൻ ചൂണ്ടയിടാൻ പോകുമായിരുന്നു. അടുത്തുള്ള കായലില് തോട്ടില് അപ്പൊ ചൂണ്ടയിട്ടു ഇത്രയും വലിയ പിന്നെ മുഷി, പിന്നെ കാരി, വരാല്, മുഷിബ്ലാഞ്ചി. മുഷിബ്ലാഞ്ചി ഈ നമ്മുടെ ഈ പാമ്പിന്റെ കൂട്ടിരിക്കുന്ന മനസ്സിലായി. അതൊക്കെ ഞാനൊരു അരക്കൊട്ട നിറച്ച് മീൻ പിടിച്ചോണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അമ്മ പറയും, എടുത്തോണ്ട് പോടാ, വേണമെങ്കിൽ വെട്ടി തന്നാ കറി വെച്ചരാന്ന്. വെട്ടാൻ എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാനിരുന്ന് ഇത്രയും വെട്ടും. എവള് നോക്കിക്കൊണ്ടിരിക്കും, എവള് ശരീരം അനക്കത്തില്ല, നോക്കിക്കൊണ്ടിരിക്കും. അത്രയും മീനും ഞാൻ വെട്ടുപിടി. അങ്ങനെയാണ് ഞാൻ മീൻ വെട്ടി പിടിച്ചത്. അറിയാവോ? അതായത് ഈ സൈഡിലൂടെ നമ്മള് ഇവനെ ഒന്ന് ചെറുതായിട്ട് തടവി അതിന്റെ മേള തഴുക്കളെല്ലാം പോടി. അമ്മ ഈ മീൻകറി വെച്ചിട്ട് വേണം എനിക്ക് ആ ചോറും കൂട്ടി മീൻകറിയും കൂടെ ചേർത്ത് ഒരു പിടിയും പിടിക്കാൻ. എന്തോ അപ്പൊ നേരത്തെ പറഞ്ഞ ഡയറ്റ് ഡയറ്റ് അല്ല, നീ പറഞ്ഞു കഴിക്കുന്നില്ല. അത് പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം. അത് ശരിയാ. കഴിക്കുന്നില്ല എന്ന് കഴിക്കുന്നോ? കഴിക്കുന്നില്ല. മാമന് വിഷമാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞേ. ഞങ്ങൾക്കൊരു ഒരു വിഷമവും ഈ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാനും മാമനും അച്ഛനും കൂടി ചേർന്ന് ഇന്ന് ഒരു പിടി പിടിക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞ വാക്ക് നീ പറഞ്ഞല്ലോ. നിനക്ക് ബുദ്ധിമുട്ടല്ലേ? ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മള് പുലിനടക്കാര് അങ്ങനെ വാക്ക് മാറ്റാറില്ല. തീരുമാനിച്ചുറച്ചല്ലോ. എനിക്ക് വേണ്ട. അതെ, കൊറേ കാലമായിട്ട് നീ കളരി പ്രാക്ടീസ് ചെയ്യാത്തോണ്ടേ എന്റെ കുടവേറി ആടി കഴിഞ്ഞു. അത് ശരിയാ. ഇപ്പൊ കുറച്ച് വയറൊക്കെ ഉണ്ട് മാമ. അതാ ഇതൊന്ന് കളയണം. കളയാലോ? എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? അത് വർക്കൗട്ട് ചെയ്യാനൊക്കെ എനിക്ക് എക്സസൈസ് ഒക്കെ അറിയാം ഞങ്ങളുടെ കളരി. എന്നാൽ പെട്ടെന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? നമുക്കിപ്പോ ഒന്ന് വാം അപ്പ് ചെയ്തിട്ട് ആപ്സിന്റെ കുറച്ച് വർക്കൗട്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കുറയും. ആണോ? നോക്കാം. മറുപടി വീഴരുത്. മാമ, മീനിന്റെ ചുറ്റും ഒരു പൂച്ച ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്നുണ്ടല്ലേ മാമ? നീ പൂച്ച കളിയാക്കല്ലേ? ഞങ്ങളിവിടെ നിപ്പുണ്ടായിരുന്നു. ഞങ്ങളോ? ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങള് മുറിയില്ലേ? ഞങ്ങൾ ഇവിടെ ഇല്ല.
ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. തോന്നിയായിരിക്കും. തോന്നിയതാ. മുറി കിടക്കുക ഞങ്ങള്. എന്താ പിന്നെ മാമ, ആ ഇവിടെ എല്ലാവർക്കും എന്നെ ഒരു പുച്ഛമാ. ആണോ? ഭയങ്കര പുച്ഛം എന്ന് പറഞ്ഞാ അയ്യോ. എടി അതെ, നമ്മളെ പുച്ഛിക്കുന്നവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കണം. അതാണ് പുലിനട വീടിന്റെ പാരമ്പര്യം. കേട്ടാ? അതൊക്കെ ഞാൻ അംഗീകരിപ്പിക്കും. മാമ. നല്ല മണം അല്ലേ മാമ? എടി അതെ, ഈ മീൻ മറക്കുന്ന മണം എങ്ങനെയാ ഇത് വരുന്നതെന്നറിയാം? നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, നല്ല കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ തേങ്ങ ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റും. വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലയോ, മസാല, അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് കുഴയ്ക്കും. കുഴച്ചിട്ട് നമ്മളിങ്ങനെ സ്ലൈസായിട്ട് കനം കുറച്ച് വെച്ചേക്കുന്ന ആ മീനിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെരട്ടിയിട്ട് ഇങ്ങനെ ചൂടെണ്ണയില് എവനെ ഇട്ട് ഇങ്ങനെ നീന്തി നല്ല കിരികിരികിരികിരാന്നുള്ള പരുവാകുമ്പം ഇങ്ങനെ നമ്മൾ കോരി ഇങ്ങനെ പാത്രത്തിലോട്ട് അങ്ങ് വേളാമ്പ. എന്നിട്ട് സവാള അവനെ അലങ്കരിക്കണം. എന്നിട്ട് നല്ല ചൂട് ചോറും ഒരു ഇച്ചിരി അച്ചാറും അതിനകത്തോട്ട് പുളിശ്ശേരി ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ വറുത്ത മീൻ ഇങ്ങനെ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് വായിലോട്ട് വയ്ക്കുക. ഇങ്ങനെ ചവച്ചോണ്ട് ഈ അച്ചാറിനകത്ത് മുക്കി ഒരു ഇച്ചിരി ചോറുണ്ട്. സത്യം പറയാനുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്ര വലിയ കാര്യമൊന്നല്ല. അത്ര വലിയ കാര്യങ്ങളല്ലെന്നോ? ഇതൊക്കെ നമുക്ക് വലിയ കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. പിന്നെ ഞാൻ അമ്മയെ ഒന്ന് സഹായിച്ചിട്ട്. അതെടി, എനിക്ക് ഒരു ക്ഷീണം. മാമനും പോയി കിടന്നോ? കറിയും ചോറും ഒക്കെ ആയി കഴിയുമ്പോഴേ നീ എന്നെ ഒന്ന് വിളിച്ചാ മതി. വിളിക്കാം. അതുവരെ ഞാനേ ഒന്ന് വിശ്രമിക്കാം. ചക്കൻ ദൈവമേ, നല്ല മണം വരുന്നു. ഞാൻ ഇതെങ്ങനെ പിടിച്ചു നിൽക്കും? ഓ, എല്ലായിടത്തും വരളക്കം വരണേ. മണിക്കൂട്ടാ, ഞാൻ ഒരു 5 മിനിറ്റായി വന്നു. ഞാനേ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. അയ്യോ, ഇന്ന് കാക്ക മലന്ന് വറക്കം. ഓ, ആവശ്യങ്ങൾക്കൊക്കെ ലീവൊക്കെ കിട്ടും. ഓരോന്നായിട്ട് വിളമ്പാം. കൊണ്ടുവരാവേ. പിള്ളേരിങ്ങി വന്നില്ലേ? ചോറെടുത്തല്ലോ. പിങ്കി എവിടെ? വർത്തമീനും. പിങ്കി മോളെ മേളിലായിരിക്കും. നീ എവിടെ പോയിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വേണ്ട മാമ, അവള് വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ ഡയറ്റ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അവളെ നിർബന്ധിക്കണ്ട. കുഴപ്പമില്ല മോളെ, നല്ല മീനൊക്കെ ഉള്ളല്ലേ, കഴിക്കും. അവളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ചോർ. അയ്യോ ഫിഷ് ഫ്രൈ ഒക്കെ എവിടെ? അല്ല, ഇതൊന്ന് നീ എല്ലാം വറുത്തില്ലേ? ദൈവമേ, ഞാൻ ഈ പാത്രം നിറച്ച് വറുത്ത് വെച്ചാണ്. പിന്നെ മണി ഒന്ന് ശ്രദ്ധിക്കണ്ട. പൂച്ച വല്ലതും തിന്നാണ് പാത്രമൊക്കെ തുറന്നു വെച്ചാണ് നീ. പൂച്ച എടുത്താ പൂച്ച എന്തൊന്ന് അടച്ചു വെച്ച പാത്രം തുറന്നെടുത്ത് കഴിച്ചിട്ട് തിരിച്ചടച്ചു വെച്ചാ. എനിക്കൊന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. മാമാ, ഒരു കള്ളിപ്പൂച്ച നേരത്തെ അവിടെ കിടന്ന് കറങ്ങിയത് നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? ഇടി ഭയങ്കരി ഡയറ്റാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് മൊത്തം എടുത്തുന്നല്ലേ? പിന്നെ എവിടെ പോയിടേ മീനൊക്കെ? എനിക്കതിനറിയാം. മാർഗമുണ്ട്, ഒരു മാർഗമുണ്ട്. ഞാനിപ്പോ പറഞ്ഞുതരാം. ഇനി അവള് സ്പൂൺ കൊണ്ടെടുത്ത് കയ്യിൽ മണം വരുമോ? അവിടെ കൈ മീനിന്റെ മണമില്ല. പക്ഷെ അളിയൻ പറഞ്ഞ പോലെ സ്പൂൺ കൊണ്ട് എടുത്ത് തിന്നു. മോളെ മോശമായി പോയി മോളെ. കൊണ്ട് തിന്നാ എനിക്ക് അറിഞ്ഞൂടാ മാമ. നിനക്ക് എന്നാലും ഡയറ്റാന്ന് പറഞ്ഞ് കള്ളം പറയേണ്ട ആവശ്യം നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചില്ലേ മാമ? ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി ഞാൻ 2 വലിയ ചൂര വാങ്ങിച്ചോണ്ട് തരും.
മൊത്തം വറുത്തുകിനൊക്കെ വരും. ശോ, നല്ല മീനായിരുന്നു, നല്ല പച്ച മീൻ, ഫ്രഷ് അടി ഞാൻ നോക്കി വാങ്ങിച്ചോണ്ട് വന്നല്ലേ. അല്ല. നല്ല മീനായിരുന്നു. ഇവള് എടുത്തില്ല എന്ന് പറഞ്ഞാലേ പിന്നെ വേറെ ആരെടുത്ത്? ഇവള് തറപ്പിച്ചല്ലേ പറയുന്നത് എടുത്തില്ലെന്ന്. അല്ല, പൂച്ച എടുത്തിട്ടുണ്ടോ? ഞാനൊന്നുമല്ല. എന്നാൽ ഇത്രയും നല്ല മീൻ ഇത്രയും കട്ടെടുത്തോണ്ട് പോയല്ലോ. നല്ല ഫ്രഷ്, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറിയാം. അത് ഞാൻ ഉണ്ടാക്കുമ്പോ ഉപ്പൊക്കെ നോക്കാൻ വേണ്ടി 2 പീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വെന്തോന്നൊക്കെ നോക്കാൻ വേണ്ടി. ഡയറ്റ് അല്ലായിരുന്നാ? ഞാൻ വേണമെന്ന് വെച്ചാൽ കഴിച്ചതല്ലോ. ഉപ്പിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അറിയണ്ടേ taste ഉണ്ടോ ഇല്ലെന്ന്. എത്ര കഷ്ണം കഴിച്ചു? അതൊരു 2-3 എണ്ണമൊക്കെ കഴിച്ചു. 3 കഷ്ണം. ഞാനും ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു മാമ, ഒരു 3 കഷ്ണം. അതുകൊണ്ട് അപ്പോഴെങ്ങനെ കിട്ടി, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ ഓരോരുത്തരായിട്ട് പുറത്ത് വരെയാണ്. അല്ല മാമ എത്ര കഷ്ണം എടുത്തു? ഞാന് ഈ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിൽ പോയായിരുന്നല്ലോ. അപ്പൊ ഒരു 3-4 കഷ്ണം എടുത്ത് നിന്ന് കാണും. അല്ല മണിക്കുട്ടാ, അളി വെള്ളം കുടിക്കാൻ എത്ര വർഷം പോയി? അത് 5 തവണ പോയിക്കാം. 20. ഓക്കേ. അപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് കഴിച്ചിട്ട് അവസാനം കുറ്റം മുഴുവൻ എനിക്ക് കിട്ടിയല്ലേ? ഇത് ആ കൂടെ 6 കഷ്ണം. എന്തോന്നിത്? പാവ എന്നെ എന്തോന്നൊക്കെ പറഞ്ഞ എല്ലാരും കൂടെ. പാവം മോള്. ഇനി വളരെ കുറച്ച് കഷ്ണം ഇതിനകത്തുള്ളൂ. നിങ്ങൾ ചോറൊക്കെ വിളമ്പിക്കോ, പച്ച ചോറ് തിന്നാ മതി കേട്ടല്ല. ഇത്രയും കഷ്ണം ഞാനും എന്റെ അച്ഛനും കൂടെ കഴിച്ചോളാം, ഞങ്ങൾ കഴിച്ചില്ല. അത് തന്നെ. പിന്നെ മണി, ഇങ്ങനെ ഡയറ്റ് ആണെങ്കിലേ നീ മറ്റേ ശ്രീജ ഇല്ലേ, ശ്രീജയെക്കാളും വളരെ പകുതിയാകും.